അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പരിശുദ്ധമായ ബലിപെരുന്നാൾ ദിനത്തിൽ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമേറിയതാണ് ഉളുഹിയ്യത്ത് കർമ്മം. ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒന്നാണ് ഉളുഹിയ്യത്ത്. ഈ ഉളുഹിയ്യത്ത് കർമ്മം മുഅക്കദായ സുന്നത്താണ്, ശക്തിയായ സുന്നത്തിൽപ്പെട്ടതാണ് ഉളുഹിയ്യത്ത് കർമ്മം. ഇത് സ്ത്രീക്കും പുരുഷനും, കഴിവുള്ള എല്ലാ സ്ത്രീകളും പുരുഷനും ഇത് ചെയ്യണം. ചില മദ്ഹബുകളിൽ ഇത് നിർബന്ധമാക്കിയ, അതായത് കഴിവുണ്ടെങ്കിൽ അറുക്കൽ നിർബന്ധമാണ്, ഇല്ലെങ്കിൽ കുറ്റക്കാരാകാൻ സാധ്യത വരെ കാണുന്ന മദ്ഹബുകളുണ്ട്. നമുക്കറിയാം, നമ്മൾ പെരുന്നാളിനെ വിളിക്കുന്ന പേര് തന്നെ ഈദുൽ അദ്ഹ എന്നാണ്. ഈദുൽ അദ്ഹ എന്ന ആ പേരിൽ തന്നെ ഉളുഹിയ്യത്തുമായൊരു ബന്ധമുണ്ട്. എന്നാൽ ആദ്യമായിട്ട് ഉളുഹിയ്യത്ത് കർമ്മം നിർവഹിച്ചത് ളുഹാ സമയത്താണ്. അതുകൊണ്ടാണ് ഉളുഹിയ്യ എന്ന പേരും കിട്ടിയിട്ടുള്ളത് എന്ന് മറ്റു ചില പണ്ഡിതന്മാർ പറയുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ ബക്രീദ് എന്ന് നമ്മൾ പറയാറുണ്ട് പെരുന്നാളിന്. ബക്കറ ഈദ് എന്ന ആ ഒരു വാക്കിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ബക്രീദ്. ഒക്കെയും മൃഗത്തെ അറുത്തുകൊണ്ടതിൻ്റെ മാംസം വിതരണം ചെയ്തുകൊണ്ട് ആഘോഷിക്കുന്ന ആഘോഷം, അതാണ് ഈദുൽ അദ്ഹയും അതുപോലെ തന്നെ ബക്രീദും. ഈ വാക്കുകളെ കൊണ്ടൊക്കെ അത് സൂചിപ്പിക്കുന്നത്. നിരവധി ഹദീസുകൾ ഉളുഹിയ്യത്ത് കർമ്മത്തിൻ്റെ പുണ്യങ്ങളും മഹത്വങ്ങളും വിളിച്ചോതുന്ന ഒരുപാട് ഹദീസുകൾ കാണാൻ കഴിയും. ആണിനും പെണ്ണിനുമൊക്കെ ഇത് സുന്നത്താണ്, കഴിവുള്ളവരൊക്കെ ഇത് ചെയ്യണം. 7 ആളുകൾ കൂടിയിട്ടെങ്കിലും ഒരു മാടിനെ അറുത്ത് ഉളുഹിയ്യത്ത് കർമ്മത്തിൽ നമ്മൾ പങ്കാളികളാകണം. സ്ത്രീകൾക്ക് മറ്റൊരാളെ ഏൽപ്പിച്ചുകൊണ്ട് ആ കൃത്യം ചെയ്യാൻ കഴിയുന്നതാണ്. കഴിവുള്ളവരൊക്കെ ഈ കാര്യം നമ്മുടെ ശ്രദ്ധയിലുണ്ടായിരിക്കണം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നൊരു ഹദീസിൽ കാണാം, ഉളുഹിയ്യത്ത് അറുത്ത ഒരു വ്യക്തി, അദ്ദേഹം നാളെ സിറാത്ത് കടക്കുന്നതിന് വേണ്ടി നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിനടുത്തേക്ക് അറുക്കപ്പെട്ട ആ മൃഗം വരികയും അദ്ദേഹത്തിനോട് പറയും, നിങ്ങൾ എൻ്റെ പുറത്ത് കയറുക, ഞാൻ നിങ്ങളെ അവിടെ കൊണ്ടെത്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ മൃഗം തൻ്റെ പുറത്ത് കയറാൻ ആവശ്യപ്പെടുകയും അങ്ങനെ അദ്ദേഹം ആ മൃഗത്തിൻ്റെ പുറത്ത് കയറിക്കൊണ്ട് സിറാത്ത് അതിവേഗം വിട്ടുകടന്നുകൊണ്ട് അർശിൻ്റെ തണലിൽ ചെന്നെത്തുമെന്ന് ഒരു ഹദീസിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, ഈ മൃഗം നാളെ അവന് ഖബറിനടുത്തേക്ക്, അവൻ്റെ ഖബറിലേക്ക് ഈ മൃഗം വരുന്നതാണ്. അവന് ആശ്വാസമായിക്കൊണ്ട് ഈ മൃഗം നാളെ അവൻ്റെ ഖബറിൽ എത്തുന്നതാണ് എന്ന് കാണാം. ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കൽ അള്ളാഹുവിനോട് ചോദിച്ചു, മുസ്തഫായ നബിയുടെ സമുദായത്തിന് ഉളുഹിയ്യത്ത് അറുത്തത് കൊണ്ട് എന്ത് നേട്ടമാണ് ലഭിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു കൊടുത്ത മറുപടി, മുസ്തഫായ നബിയുടെ സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ പരിശുദ്ധമായ ബലിപെരുന്നാൾ ദിനങ്ങളിൽ ഉളുഹിയ്യത്ത് അറുത്താൽ ആ ഉളുഹിയ്യത്ത് അറുത്ത മൃഗത്തിൻ്റെ രോമത്തിൻ്റെ ഓരോ രോമം കണക്കനുസരിച്ച് അവന് പ്രതിഫലം ലഭിക്കും. എങ്ങനെയാണ് ആ പ്രതിഫലം? ഒരു രോമത്തിന് 10 ഹസനത്ത് രേഖപ്പെടുത്തുന്നു, നന്മകൾ. ഒരു രോമത്തിന് 10 ഹസനത്ത് രേഖപ്പെടുത്തും. അതുപോലെ തന്നെ ഒരു രോമത്തിന് 10 പാപം അള്ളാഹു അവൻ്റെ പുറത്തു കൊടുക്കുന്നു, 10 ദറജ അവന് ഉയർത്തി കൊടുക്കുന്നു. ഒരു മൃഗത്തെ അറുത്താൽ 10 എന്നല്ല, ആ മൃഗത്തിൻ്റെ രോമത്തിന്, ഓരോ രോമത്തിനും 10 ഹസനത്ത് രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ 10 പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുന്നു, 10 ദറജ വീതം അള്ളാഹു ഉയർത്തി കൊടുക്കുന്നു. ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഉളുഹിയ്യത്ത് കർമ്മത്തിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്കറിയാം, ഹനഫി മദ്ഹബിൽ ഉളുഹിയ്യത്ത് എന്ന കർമ്മം കഴിവുണ്ടെങ്കിൽ അറുക്കൽ നിർബന്ധമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 10 പ്രാവശ്യം ഉളുഹിയ്യത്ത് അറുത്തിട്ടുണ്ട്. ഒരിക്കൽ അറുക്കുന്ന സമയത്ത്, ആദ്യമായി ഉളുഹിയ്യത്ത് അറുത്തപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 ആടുകളെയാണ് അറുത്തത്. എന്നിട്ട് തിരുനബി സ്വഹാബികളോട് പറഞ്ഞു, ഒന്ന് എൻ്റെ സ്വന്തം നഫ്സിനും അതുപോലെ തന്നെ മറ്റൊന്ന് എൻ്റെ സമുദായത്തിനും വേണ്ടിയാണ് ഞാൻ അറുത്തിട്ടുള്ളത്. ഈ ഹദീസിനെ ആധാരമാക്കിക്കൊണ്ട് അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു തആല അൻഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വന്തം നഫ്സ് കൊണ്ടാണ് ഇത് അറുത്തിട്ടുള്ളത്, അതുകൊണ്ട്
കഴിവുള്ളവർക്കൊക്കെ ഈ ഉളുഹിയത്ത് അറുക്കൽ നിർബന്ധമാക്കി. എന്നാൽ നമ്മുടെ മദ്ഹബിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരാടിനെ അറുത്തിട്ട് പറഞ്ഞു, ഇത് എൻ്റെ സമുദായത്തിന് വേണ്ടി അറുത്തതാണ് എന്ന് പറഞ്ഞപ്പോൾ ആ തിരുനബിയുടെ അറവോടുകൂടി നമുക്ക് നിർബന്ധം എന്നതിൽ നിന്ന് നമ്മളൊക്കെ ഒഴിവാക്കിയിരിക്കുകയാണ്. എന്നാൽ കഴിവുള്ളവർക്കൊക്കെ ഇത് ചെയ്യൽ വളരെ ശക്തിയായ സുന്നത്താണ്. മറ്റൊരു ഹദീസിൽ കാണാം, ഉളുഹിയത്ത് കർമ്മം കഴിവുണ്ടായവൻ ചെയ്യാതിരുന്നാൽ അവൻ എന്നിൽപ്പെട്ടവനല്ല എന്നുവരെ ഹദീസുകളിൽ കാണാൻ കഴിയും. ഏതായിരുന്നാലും കഴിവുള്ള ആളുകളൊക്കെ ഈ മഹത്തായ ഉളുഹിയത്ത് കർമ്മത്തിൽ അവർ പങ്കെടുക്കണം. ഒരാളെ കൊണ്ട് കഴിയില്ല എങ്കിൽ 7 ആളുകൾ വീതം ഒരുമിച്ച് ഒരു മാടിനെ അറുക്കണം. ഏറ്റവും ചുരുങ്ങിയത് ഹദീസുകളിൽ കാണാം, നിങ്ങളെ കൊണ്ട് കഴിയുന്നതിന് മാടിനെ അറുക്കാൻ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ നിങ്ങൾ ഒരു വെള്ള നിറത്തിലുള്ള ആടിനെയെങ്കിലും നിങ്ങൾ അറുക്കണം. മാത്രമല്ല അതിനും കഴിയാത്തവർ ചെറിയ ഒരു കോഴിയെങ്കിലും അറുക്കണമെന്ന് പറയുന്നുണ്ട്. ഏതായിരുന്നാലും അതൊക്കെ സൂചിപ്പിക്കുന്നത് മഹത്തായ ഉളുഹിയത്തിൻ്റെ ആ വലിയ പ്രാധാന്യത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ കഴിവുള്ളവരൊക്കെ ഇതിൽ ഭാഗവാക്കാകണം. ഉളുഹിയത്ത് അറുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ദുൽഹജ്ജ് 1 മുതൽ അറുത്ത് അതിൻ്റെ മാംസം വിതരണം ചെയ്യുന്നത് വരെ തങ്ങളുടെ ശരീരത്തിലുള്ള മുടി, നഖം ഇവയൊന്നും നീക്കാൻ പാടില്ല. അത് കറാഹത്താണെന്നും അതല്ല ഹറാമ് തന്നെയാണെന്നും ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഏതായിരുന്നാലും മുടിയും നഖവുമൊന്നും നീക്കാതിരിക്കാൻ, ശരീരത്തിൽ നിന്ന് നീക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അതൊക്കെ നാളെ നിങ്ങൾ ഈ കർമ്മത്തിന് അത് സാക്ഷി പറയാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ സ്വർഗപ്രവേശനത്തിന് സാധ്യമാകുന്നതിന് വേണ്ടിയിട്ട് ആ കാര്യം ഉളുഹിയത്ത് അറുക്കാൻ ഉദ്ദേശിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ് ഉളുഹിയത്തുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് അതിൻ്റെ നിയമങ്ങളും കാര്യങ്ങളും, ഏത് രൂപത്തിലാണ് അത് അറുക്കേണ്ടത്, അതിൻ്റെ ഏറ്റവും പരിപൂർണമായ രൂപം എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ വീഡിയോ ചെയ്യും. ഇന്ന് നമ്മൾ ഉളുഹിയത്തിൻ്റെ മഹത്വങ്ങൾ ഇത് മാത്രമല്ല, ഇതുപോലെ ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. ഇൻഷാ അല്ലാഹ് ഉളുഹിയത്തുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോകൾ നമ്മൾ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിൻ്റെയൊക്കെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു നീക്കി തരുമാറാകട്ടെ. നമുക്കും ഇൻഷാ അല്ലാഹ് ഏതെങ്കിലും നമ്മൾ മരിക്കുന്നതിന് മുമ്പായിട്ട് ഇത്തരം ഒരു മഹത്തായ കർമ്മത്തിൽ പങ്കാളികളാകാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.